നമസ്കാരം, ഞാൻ ഡോക്ടർ അനാമിക. ആയുർവേദത്തിൽ 6 ഋതുക്കളെ പറ്റി പറയുന്നുണ്ട്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഇതിൽ ശിശിര, വസന്ത, ഗ്രീഷ്മങ്ങളായ ആദാനകാലവും വർഷ, ശരത്, ഹേമന്തങ്ങളായ വിസർഗകാലങ്ങളാണ് പറയുന്നത്. ഇതിലെ ഗ്രീഷ്മകാലത്തിൽ നിന്നും വർഷകാലത്തേക്ക്, അതായത് സമ്മർ സീസണിൽ നിന്നും മൺസൂൺ സീസണിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡാണ് കർക്കിടക മാസം. എന്താണ് ഈ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത? ചൂട് കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തണുത്ത കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ പ്രകൃതിയിലെന്ന പോലെ നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ശരീരബലം കുറയുകയും തന്മൂലം രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ വിശപ്പുണ്ടാവുകയും എന്നാൽ അത് ദഹിപ്പിക്കാനുള്ള അഗ്നിബലം ഇല്ലാത്ത സാഹചര്യത്തിൽ അഗ്നിബലം കുറയുന്നതോടെ വാതരോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ഈ കാലയളവിൽ അത്രയും പാലിക്കേണ്ട ചികിത്സാ രീതിയും ജീവിതചര്യയും ആഹാര രീതിയുമാണ് കർക്കിടക ചികിത്സയിൽ പ്രധാനമായുള്ളത്. ആയുർവേദ ചികിത്സയായ പഞ്ചകർമ്മം അഥവാ ഡീടോക്സ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് കർക്കിടക മാസം. രോഗമുള്ളവർക്ക് മാത്രമല്ല, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യം നിലനിർത്താനും കർക്കിടക ചികിത്സ സഹായകമാകും. ഈ കർക്കിടക ചികിത്സയിലൂടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണമാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്.